സാറേ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അദ്ദേഹം UN പൊതുസഭയിൽ അദ്ദേഹത്തിൻ്റെ കീർ സ്റ്റാർമർ അദ്ദേഹം പറഞ്ഞത് ഹിസ്ബുള്ളയെ ഭീകരരെന്ന് വിളിക്കാതെ അദ്ദേഹം ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ആ പ്രസംഗത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പോലും വലിയ വിമർശനം ഉണ്ടായി. അതായത് ഹിസ്ബുള്ള ഒരു ഭീകര സംഘടനയാണെന്ന് പറയാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മടിക്കുന്നു. പൊതുസഭയിലും UN പൊതുസഭയിലെ പ്രസംഗത്തിലും അദ്ദേഹം അത് പറയുന്നില്ല. വ്യാപകമായ വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നത്. യുദ്ധം നിർത്തണം, യുദ്ധം ഒന്നിനും ആർക്കും ഗുണകരമല്ല എന്നാണ് സ്റ്റാർമർ ചൂണ്ടിക്കാട്ടിയത്. രണ്ടു കൂട്ടരും യുദ്ധമുഖത്ത് നിന്ന് പിന്മാറണമെന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിസ്ബുള്ളയെ ഭീകര സംഘടന എന്ന് വിളിക്കാതെ പോയത്? അല്ല, അതിന്റെ പുതിയ കാലഘട്ടത്തില് അതൊരു റെസിസ്റ്റൻസ് മൂവ്മെന്റ് ആയിട്ടായിരിക്കും കാണുന്നിട്ടുണ്ട്. അങ്ങനെ ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പം ഈ ബൈബിൾ ബേസ്ഡ് ആയിട്ടാണ് ജൂതന്മാർ അവരുടെ രാജ്യം സ്ഥാപിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ രണ്ട്, ഈ പലസ്തീനിയൻസ് ഈ പറയുന്നത് പോലെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന്റെ മൈറ്റ് തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് അവർക്ക് പറ്റിയ പരാജയം. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു 2000 വർഷം മുമ്പ് സ്ഥലത്ത് നിങ്ങൾ ഓടിച്ചു വിടുന്നു. നിങ്ങൾ ആരും അവിടെ ഇല്ല. അവിടെ മുമ്പേ ജീവിച്ചിരുന്ന ആളുകളുണ്ട്, അവരവിടെ താമസിച്ചുകൊണ്ടിരുന്നു. പുതിയ ആളുകൾ അവിടെ വന്നു ചേർന്നു. 2000 വർഷം, 1-2 വർഷമല്ല. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ അവിടുന്ന് വന്ന ആളുകൾ പിന്നെ വേറൊരു മതം രൂപം കൊണ്ടുവരുന്നു. അവരതിൻ്റെ ഭാഗമായി വന്നു. ആ മതത്തിൽ തന്നെ വിവിധ സാമ്രാജ്യങ്ങൾ വരുന്നു. ആ സാമ്രാജ്യത്തിൽ അവർ വിവിധ സാമ്രാജ്യങ്ങളുടെ ഭാഗമായി നിൽക്കുന്നു 2000 വർഷം. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പോയ ആളുകൾ തിരിച്ചു വന്നുകൊണ്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് പലസ്തീൻ ബേസിക് പ്രശ്നം. ബേസിക് പലസ്തീൻ പ്രോബ്ലം അതാണ്. അതിൻ്റെ ബൈബിള് കാണിച്ചുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞ അടിസ്ഥാനമൊന്നുമില്ല. പല മതഗ്രന്ഥങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവരെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഇവർ സ്ട്രോങ് ആയിട്ടുള്ള പറഞ്ഞേക്ക് ഇവരുടെ കാര്യത്തിൽ ഇവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇപ്പോൾ മാത്രമല്ല അന്നേ അവർ ഇന്റേണലി സ്ട്രോങ് ആയിരുന്നു. അവരെ വിശ്വാസമൊക്കെ ഉള്ളതുകൊണ്ട് അവരെ വിശ്വാസത്തിൽ അവർ അടിയുറച്ചുന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അവർ കൊടിയ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി. ഒന്നാം ലോകമഹായുദ്ധത്തിന് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഇടയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു സഹതാപതരംഗം ഉണ്ടാക്കി മറ്റ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം പണം കൊടുത്ത് സ്വാധീനിച്ച് അവരവരുടെ രാജ്യം അവിടെ ഉണ്ടാക്കി. ആ രാജ്യം ഉണ്ടാക്കിയ സമയത്തും ആദ്യം അവരിത് വിലക്ക് മേടിച്ചാണ് കുറേ ഭൂമി. ഒന്നാമത്തെ ഘട്ടം വിലക്ക് മേടിച്ചു. രണ്ടാമത്തെ അറബികൾ ഇതിന് വിലക്ക് കൊടുക്കാതായി. പിന്നെ വേലി കെട്ടി തിരിച്ചു, അങ്ങോട്ട് വേലി കെട്ടി തിരിച്ചു. ആട് മേയ്ക്കാം, ഇവിടുത്തെ ആട് അവിടെ മേയ്ക്കാമോ, അവിടുത്തെ വേണ്ടി ഇവിടെ മേയ്ക്കാൻ വരും. അതിന് വലിയ അടിയായി. അങ്ങനെ അവസാനം UN ഇടപെട്ടിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധാനത് ഈ രാജ്യം അവിടെ സ്ഥാപിക്കുന്നത്. ഇസ് ക്ലിയർ. സത്യത്തിൽ അത് ചെയ്യേണ്ടത് UN അന്ന് കൊണ്ടുവന്ന റെസൊല്യൂഷനുണ്ട്. UN നിരന്തരമായിട്ടുള്ള ചർച്ചകളിലൂടെ കൊണ്ടുവന്ന റെസൊല്യൂഷനാണ്. കാരണം ഇസ്രായേലിൻ്റെ ഈ വിഷയത്തിൽ US-ഉം USSR-ഉം ബ്രിട്ടനെല്ലാം ഇസ്രായേലിലേക്ക് ഒരു രാജ്യം വേണമെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. എന്നാൽ അറബികളോട് നീതികേട് കാണിക്കാനും പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായമായിരുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ പല ഓപ്ഷൻസ് വന്നത്. അത് 60% അറബികൾ കൊടുക്കാം, 40% യൂതന്മാർ കൊടുക്കാം. പക്ഷേ ഈ 40% ഫെർട്ടൈൽ ലാൻഡ് ആയിരിക്കും, വെസ്റ്റ് ബാങ്കും ഗാസയൊക്കെ ഉൾക്കൊള്ളുന്ന. അറബികളെ സമ്മതിച്ചില്ല. അപ്പം പറഞ്ഞൊരു കാര്യം, 60% സിനായ് മരുഭൂമി ഉൾപ്പെടെയുള്ള പ്രദേശം ആർക്ക് കൊടുക്കാം? ജൂതന്മാർക്ക് കൊടുക്കാം. അപ്പം 40% വെസ്റ്റ് ബാങ്ക് ഗാസയുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് തരാം. അറബികൾ അതും അംഗീകരിച്ചില്ല. അവസാനം UN ഇടപെടി അവിടെ പിന്നെ UN റെസൊല്യൂഷൻ വരെ ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുകയും വിത്തിൻ അവേഴ്സ് അമേരിക്ക ഇസ്രായേലിനെ അംഗീകരിക്കുകയും അറബികൾ ഇസ്രായേലെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അവർ യുദ്ധത്തിന് പോയി എല്ലാ യുദ്ധത്തിലും തോൽക്കുകയും ഭൂമി ഓരോന്നായി ഇസ്രായേൽ പിടിച്ചെടുത്തുണ്ട്. ഇതാണ് അവരുടെ സിനാരിയോ. അപ്പോൾ അവിടെയുള്ള ആളുകളെ കണ്ണിൽ നിങ്ങൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നടക്കുന്ന അധിനിവേശം തന്നെയാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ നടത്തിയ പോലെ അധിനിവേശം തന്നെയാണ് അവരെ നടത്തിയിട്ടുള്ളത്. അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇതിൽ ഈ ഇസ്രായേലിനെ ചില സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം? ഇതിങ്ങനെ ഒരു ക്ലെയിം അവർക്കുണ്ട്. പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി അവിടെ ഒരു ജൂതന്മാർക്ക് മുമ്പ് രാജ്യം ഉണ്ടായിരുന്നു. ആ മരുഭൂമിയാണ്, ആർക്കും വേണ്ടാത്ത മരുഭൂമിയാണ്. അവിടെ രാജ്യം വന്നു വിചാരിച്ച് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. അറബികൾ അത് മനസ്സിലാക്കി ഇസ്രായേലുമായിട്ട് വളരെ നല്ല ബന്ധത്തിൽ അങ്ങ് പോയാൽ മതിയായിരുന്നു. അതല്ലാതെ അവർ ഈ ഒരു UN റെസൊല്യൂഷൻ ഒന്നും അംഗീകരിക്കാതെ അവർ ഇവരോട് യുദ്ധത്തിന് പോയതാണ് ഇത്രയും എസ്കലേറ്റ് ചെയ്യാൻ കാരണം. അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമായിട്ട് അവിടെ നിന്ന് അങ്ങ് ജീവിച്ചു പോവുകയായിരുന്നു. ഈ യുദ്ധങ്ങളാണ് ഇസ്രായേലിനെ ഇത്രയും ശക്തനും മുരടനും ആക്കി മാറ്റുന്നത്. അപ്പോൾ അറബികളുടെ ഭാഗത്ത് നോക്കൂ 2000 വർഷം ഈ രണ്ട് സൈഡും നമ്മൾ നോക്കണമല്ലോ. കേരളത്തിലൊരു വേർഷൻ വെച്ചാൽ അറബികളുടെ വേർഷൻ മാത്രമേ നോക്കാറുള്ളൂ, ഇസ്രായേലിൻ്റെ വേർഷൻ നോക്കാറില്ല. ഇസ്രായേലിൻ്റെ വേർഷൻ അറബികളുടെ വേർഷൻ നിങ്ങൾ എടുത്തു നോക്കൂ.
അറബികളുടെ ഭാഗത്ത് ശരിയുണ്ട്, അല്ല അവരുടെ ഭാഗത്ത് ശരിയുണ്ട്. 2.5 വർഷമായിട്ട് അവിടെ ജീവിച്ചു നിന്ന ജനതയാണ്, അവരാണ് ഓടിച്ചത്. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് മൂവ്മെന്റിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ആ റെസിസ്റ്റൻസ് മൂവ്മെന്റ് എല്ലാ തീവ്രവാദ ബന്ധങ്ങളും ഒരു ആംഗിൾ നിന്ന് റെസിസ്റ്റൻസ് മൂവ്മെന്റ് ഒരാൾ തീവ്രവാദമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് നമ്മൾ ഹിസ്ബുള്ളയെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത്? അവർ സമാധാനത്തിന്റെ പാതയിൽ പോകാൻ തയ്യാറാവുന്നില്ല. ഇസ്രായേലുമായിട്ടുള്ള നിരന്തരമായ യുദ്ധപ്രഖ്യാപനങ്ങളും യുദ്ധങ്ങളുമാണ് നടക്കുന്നത്. അത് ലോക സമാധാനത്തിന് ഭീഷണിയാണ്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് മൂവ്മെന്റ് എന്നതിൽ ഉപരിയായിട്ട് അത് ഒരു തീവ്രവാദ സ്വഭാവം നമ്മൾ അസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ്? നിരന്തരമായ അവരുടെ ഇടപെടൽ സംഘർഷത്തിന് കാരണമാണ്. ഇസ്രായേൽ അത് ആഗ്രഹിക്കുകയും ചെയ്യുക, അതിനനുസരിച്ച് ഇവർ കളിക്കുകയും ചെയ്യും. അപ്പം മനുഷ്യൻ കുറച്ചുകൂടി വളരുമ്പോൾ, മനുഷ്യൻ മാനസികമായിട്ട് കുറച്ചുകൂടി വികസിക്കുമ്പോൾ നമ്മൾ ഇതിനെ എല്ലാം തന്നെ അതിൻ്റെ സമഗ്രതയിൽ കാണും. സ്റ്റാമർ കാണാൻ ശ്രമിച്ചാൽ അങ്ങനെ ആയിരിക്കും. അത് പക്ഷേ സ്റ്റാമറിന് വോട്ട് ചെയ്യാത്ത ആളുകൾ അവിടെ വലിയൊരു പങ്കുണ്ടല്ലോ. പിന്നെ മാത്രമല്ല അവിടെ എല്ലാം തന്നെ ആൻറ്റി മുസ്ലിം ഫീലിംഗ് വളരെ ശക്തമാണ്. കാരണം ഇവിടെ ഈ മൈഗ്രേറ്റഡായി ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടാക്കിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പിന്നെ ഈ പറയുന്ന അഭയാർത്ഥികൾ, അതിൻ്റെ പുറത്ത് ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കൂട്ടിക്കെട്ടി ലോകത്തെ ജൂത മീഡിയയുടെ സ്വാധീനവും മീഡിയ പ്രൊപ്പഗാൻഡ എല്ലാം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് ആണിത്. അപ്പോൾ നിങ്ങളെന്താ പറയുന്നത്? ഈ യുദ്ധം അനന്തമായി നീണ്ടുപോവുകയും അവസാനം ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഈ പറയുന്ന ഈ വിശാല ഇസ്രായേൽ സ്ഥാപിക്കപ്പെടും എന്നാണ് ഞാൻ അതിലെ വിദഗ്ധം പറയുന്നത് കേട്ടത്. അതിൽ മക്കയും മദീനയും കൂടി പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുകയാണ്. മുസ്ലിങ്ങൾ എന്താ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കും. സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് ഇന്ന് സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. അറ്റയ്ക്ക് അവർ പോയാൽ എന്ത് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും? എനിക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും? ദി ഇഷ്യൂ ഈസ് സോ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ സ്റ്റാമറിൻ്റെ വിഷയത്തിൽ എന്താ സംഭവിച്ചാൽ സ്റ്റാമർ അത് വിശാലമായ അർത്ഥത്തിൽ കാണുന്നു എന്നുള്ളതാണ്. പിന്നെ 2, പലസ്തീൻ അവിടെ ഉണ്ടാക്കിയത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിന് സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ, ബ്രിട്ടൻ്റെ സപ്പോർട്ട് ഇല്ല, പലസ്തീൻ അല്ല, ഇസ്രായേൽ അവിടെ ഉണ്ടാവില്ലായിരുന്നു. അത് സത്യമാണ്. നമുക്കെന്താ വേണ്ടത്? ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ വെസ്റ്റ് ബാങ്കും ഗാസയും കൂടി ഇസ്രായേൽ എടുത്തോട്ടെ, അംഗീകരിച്ചുകൊണ്ട്. വെസ്റ്റ് ബാങ്ക് ഗാസ അവർ കൊടുക്കും. അല്ല, അത് വേണമെങ്കിൽ അവർക്ക് എടുക്കാം. പ്രശ്നം തീരത്തില്ലേ? പ്രശ്നം തീരില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഇസ്രായേൽ എപ്പോഴത്തെ ലക്ഷ്യം ലെബനൻ ഇതും കൂടി പിടിക്കണം, സിറിയയും കൂടി പിടിച്ച്, ഈജിപ്റ്റും കൂടി പിടിച്ചിട്ട് വിശാല ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് ഇപ്പൊ അവർ കൊണ്ട് എത്തിച്ചതല്ലേ? അല്ലേ? അല്ല 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 ഇസ്രായേലിനെ യുദ്ധത്തിനെ കൊണ്ട് എത്തിച്ചത് അതല്ലേ നമ്മൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലേ നമ്മളെയൊക്കെ പിടിച്ച് ഒരു RSS സിയോണിസ്റ്റുകളൊക്കെ ആക്കിയത്. ഇസ്രായേൽ യുദ്ധത്തിലെ കൊണ്ടുവന്നതാണ്. 2, ഇസ്രായേൽ യുദ്ധത്തിലുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഈ 2 പേരും ഗുണകരമാണെന്ന് കരുതി. പക്ഷെ ഇസ്രായേലിന്റെ പ്ലാൻ ഇവരെക്കാട്ടും 4 സ്റ്റെപ്പ് മുകളിലായിരുന്നു. ഇവർ വിചാരിച്ചു അവിടെ പോയിട്ട് ഇസ്രായേലിനെ അടിച്ചിങ്ങോട്ട് കുറച്ച് ആളുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ത് ചെയ്യും? നെഗോഷിയേറ്റ് ചെയ്യും. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് തടവുകാരെ വിട്ടിട്ട് ഇതാണ് ഇവർ വിചാരിച്ചത്. ഇസ്രായേലിന്റെ പ്ലാൻ അതല്ല, ഒരു കാരണം ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ കാരണം ഇസ്രായേൽ നന്നായി മുതലെടുക്കുന്നുണ്ട്. ഇതാണ് സംഭവം. അത് നമ്മൾ അന്നേ ഡിസ്കസ് ചെയ്താലേ. ഇസ്രായേലിന്റെ അനുവാദമില്ലാതെ, മൊസാദിന്റെ അനുവാദം ഇല്ലാതെ അവിടെ കയറാൻ പറ്റില്ല, ഈ രീതി അക്രമം നടത്താൻ പാടില്ല. ഈ മണ്ടന്മാരോട് തലവെച്ച് കൊടുത്താണ്. ഇതാണ് ഇതിന്റെ സമഗ്രമായ ചിത്രം. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? സൊല്യൂഷനാണ് വേണ്ടത്. ആ സൊല്യൂഷൻ എന്താണ്? അറബ് രാജ്യങ്ങളെല്ലാം നല്ല ഹിസ്ബുള്ള ഉൾപ്പെടെ ഇസ്രായേലിനെ അംഗീകരിക്കണം. ചിലപ്പം ഗാസയും വെസ്റ്റ് ബാങ്കും കൂടി ഇസ്രായേലിന്റെ അധീനതയിൽ തന്നെ പോകേണ്ടി വരും. അവിടെ നിർത്തിക്കണം. അല്ലാതെ ലെബനനും പിടിച്ച്, സിറിയയും പിടിച്ച്, പിന്നെ ഈജിപ്തും പിടിച്ച് വിശാല ഇസ്രായേൽ ഉണ്ടാക്കാൻ നടക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, നിങ്ങളെ സ്ഥലത്ത് നിങ്ങളെ പറഞ്ഞു വിട്ടാൽ നിങ്ങൾ ഉണ്ടാവും? നിങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും. ഇതാണ് പ്രശ്നം. അപ്പൊ ഇതിന്റെ പ്രശ്നം നമ്മളെങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? അങ്ങനെ കലുഷിതമായ ഒരു വെസ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ ഓയിൽ ക്രൈസിസ് വരും, സാധനങ്ങൾക്ക് വില കൂടും, കടലിൽ ഗതാഗതം മുടങ്ങും, ലോക മഹായുദ്ധം ഉണ്ടാവും, നമ്മൾ സൈഡ് എടുക്കേണ്ടത് വരും, ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ വരും, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പോൾ ഇവിടെ ഇന്ന് സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് ഒരു വിഷയമായിട്ട് ആളുകൾ പറയുന്നത്, ഈ പ്രസംഗത്ത് വിമർശിച്ച് പറയുന്നത്, അതായത് ഇസ്രായേൽ ഒരു രാജ്യമാണ്, ഹിസ്ബുള്ള ഒരു രാജ്യമല്ല, ഒരു തീവ്രവാദ സംഘടനയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ചില തീവ്രവാദ സംഘടനകൾ പോലെ, ഇപ്പം അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ചില തീവ്രവാദ സംഘടനകൾ പോലെ ഒരു രാജ്യമല്ല. ഒരു രാജ്യവും തമ്മിലല്ല യുദ്ധം എന്നുള്ളത്. ഹിസ്ബുള്ളയായിട്ടാണ്. ഹിസ്ബുള്ള ഒരു തീവ്രവാദ സംഘടനയാണ്. അപ്പോൾ അതിനെയാണ് അദ്ദേഹം അതങ്ങനെ പറയാതെ, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനം. ജോൺ, ആ കാരണമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും സ്റ്റാമർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. ഒരു തീവ്രവാദ സംഘടന അങ്ങനെ വിശാലമായ അല്ല, വിശാലമായ അല്ലേ എല്ലാ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ അത് ചില എക്സാമ്പിൾ പറഞ്ഞത് നമ്മുടെ സൊസൈറ്റി അത് ആ രീതി ഉൾക്കൊള്ളാൻ വളർന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് പറയാത്തത്. ഒരു തീവ്രവാദ സംഘടന ഇപ്പം അക്കത്തുൽ മുജാഹിദീൻ തീവ്രവാദ സംഘടനയാണ് എല്ലാ അർത്ഥത്തിലും. കാരണം വെച്ചാൽ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. പക്ഷേ അതുപോലെ അല്ല ഇസ്രായേലിൻ്റെ സ്ഥിതി. 2000 വർഷം അവരവിടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ആ ജനങ്ങളെ കയ്യിൽ നിന്ന് തട്ടിപ്പാക്കിയായിരുന്നു. അതൊക്കെ ഓക്കെ, നമുക്കൊരു സമവായം വേണമല്ലോ. ആ സമവായത്തിൻ്റെ പുറത്ത് അവരുടെ ക്ലെയിമൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ്.
പക്ഷെ സ്റ്റിൽ കൂടുതൽ കൂടുതൽ അധിനിവേശത്തിലേക്ക് ഇസ്രായേൽ കണ്ണുവെക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ ഇൻഫർമേഷൻ. ഗെറ്റർ ഇസ്രായേൽ. അപ്പം നമ്മൾ നോക്കുമ്പം ഈ പലസ്തീൻ്റെ വിഷയത്തിൽ അവരുടെ ഭാഗത്ത് കാരണം 2000 വർഷത്തോളം അവിടെ ജീവിച്ചിരുന്ന ജനതയെ ഓടിച്ചു വിടുകയാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങൾ അവരെ അഭയാർത്ഥികളെ താമസ സ്ഥലങ്ങൾ കൂടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അത് അധിനിവേശമാണ്. അല്ല, അതിന് ഇവർ വഴിവെച്ച് കൊടുത്തില്ല. അല്ല, വഴിവെച്ച് കൊടുത്ത് ഈ വഴിവെച്ച് കൊടുക്കൽ ഇപ്പോഴത്തെ വഴിവെച്ച് കൊടുക്കൽ എങ്ങനെ ഉണ്ടായത്? ജോണ് പറഞ്ഞ മനസ്സിലായത്. ഇപ്പോഴത്തെ വഴിവെച്ച് കൊടുക്കൽ എങ്ങനെ ഉണ്ടായത്? ഹമാസ് അവിടെ അറ്റാക്ക് ചെയ്യുന്നു, നമ്മൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ആ അറ്റാക്ക് എന്താണ്? മൊസാദ് കൂടി അറിഞ്ഞിട്ടാണ്. അവരുടെ ഇത്രയും കാലത്ത് നമ്മളെ ഡിസ്കഷൻ മൊത്തം എടുത്തത് നമ്മളതാണ് പറഞ്ഞത്, ആ ഗ്രേറ്റർ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇപ്പം ജോൺ എന്നോട് സ്പെസിഫിക് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് സ്റ്റാമർ അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് സ്റ്റാമറിനെതിരെ ഇങ്ങനെ അഭിപ്രായം വരുന്നു? അതിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. സ്റ്റാമർ പറയാൻ കാരണം അദ്ദേഹം വിശാലമായ അർത്ഥത്തിൽ ആ കാര്യങ്ങൾ കണ്ടതോടെ, രണ്ട് സൈഡും കാണുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഹർക്കത്തുൽ മുജാഹിദീനോ ലഷ്കർ ഇ തോയ്ബ അങ്ങനെയല്ല. അവർ ഈ നാടിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. മറ്റേ അതല്ല, അവരെ നാട് പിടിച്ചെടുക്കാൻ നോക്കുമ്പോൾ അവർ റെസിസ്റ്റൻസിലേക്ക് പോവുകയാണ്. പക്ഷെ അവരുടെ പ്രശ്നം എന്താണ്? അവർ ഇസ്രായേൽ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇസ്രായേൽ അംഗീകരിക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ടോക്കിംഗ് അബൌട്ട് ദ വേ സ്റ്റാമർ തിങ്കിങ്. സ്റ്റാമർ ഏത് രീതിയിലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, ആ വഴികളിലൂടെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെയാണ്. അല്ലാതെ പലസ്തീനെ വശം പിടിക്കാൻ ഇയാൾക്കെന്താ ഭ്രാന്തുണ്ട്? അതാണ് അതിൻ്റെ കാരണം. പിന്നെ എന്തുകൊണ്ട് ജനങ്ങൾ ഇത്ര എതിരാവുന്നു എന്ന് വെച്ചാൽ 2 കാരണങ്ങളാണ്. യൂറോപ്പിൽ ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻ്റ് ഉണ്ട്. അത് ഈ അഭയാർത്ഥികളായി പോയ ആളുകളുടെ വല്ല ജീവിത രീതികൾ ഇവർക്ക് പിടിക്കുന്നില്ല, പ്രശ്നങ്ങളുണ്ട് അവിടെ. 2, അവിടെ വോട്ട് ചെയ്ത ആളുകളിൽ പകുതിയിലോളം ആളുകൾ സ്റ്റാമറിനെതിരുള്ള ആളുകളാണ്. ഐകണ്ഠ തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ലല്ലോ. 3-ാമത്തെ കാര്യം, ഈ ഇന്റർനാഷണൽ ജൂയിഷ് സിയോണിസ്റ്റ് മീഡിയയുടെ സ്വാധീനം. ഈ 3 ജസ്റ്റിൻ ട്രൂഡറിൽ എങ്ങനെയാണോ ഇസ്ലാമിസ്റ്റ് ലോബിയുടെ സ്വാധീനം ഉള്ളത് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ അങ്ങനെ നമുക്കെതിരെ കളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഇന്റർനാഷണൽ മീഡിയയിൽ സിയോണിസ്റ്റ് സ്വാധീനമുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യം. ഓക്കെ. സോ അത് നമ്മൾ ഇത് അനലൈസ് ചെയ്യുക, നമ്മൾ പക്ഷം പിടിക്കുക എന്നുള്ളതല്ല. അനലൈസ് ചെയ്യുമ്പോൾ ആ നിങ്ങൾ ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം നൽകിയത്.